ഞാൻ ഒരിക്കലും വിചാരിക്കാണ്ട് തിയേറ്ററിൽ പോയി കണ്ടും എൻജോയ് ചെയ്ത് ചിരിച്ച ഒരു പടങ്ങളുടെ കൂട്ടത്തിൽ അടുത്ത പടം കൂടെ ആഡ് ചെയ്യാം. പെരുമാണി ഒരു കിഡിലോസ്കി പടം തന്നെയായിരുന്നു. വളരെ വ്യത്യസ്തമായ നാട്ടുകാരും നാടും അന്ധവിശ്വാസം ഫാന്റസിയോ കൂട്ടിച്ചേർന്ന ഒരു ഫൺ ഫിൽ സറ്റാറിക്കൽ എന്റർടൈൻമെന്റ്. ഭയങ്കര രസകരമായാണ് ഈ ഹോൾ സിനിമ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റർ ഡയറക്ടറായ മജുയുടെ കയ്യിൽ ഈ ഹോൾ സിനിമ സേഫ് ആയിരുന്നു. സേഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാളിച്ചൻ മാത്രം മതി ഈ ഒരു ഫോമുല മൂവിക്ക് വെറുപ്പീരായി മാറാൻ വേണ്ടി. പക്ഷേ നല്ല ഫൺ ട്രീറ്റ്മെന്റിൽ നല്ല ടിൽ ദി എൻഡ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. മജു എന്ന റൈറ്റർ ഡയറക്ടറിന്റെ പ്രീവിയസ് വർക്ക്സ് ആണ് അപ്പൻ, ഫ്രഞ്ച് വിപ്ലവമൊക്കെ. അപ്പൻ എന്ന സിനിമ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു വർത്ത് വാച്ച് മൂവി തന്നെയാണ്. സോണി ലെവൽ അവൈലബിൾ ആണ്. വെസ് ആൻഡേഴ്സൺ കൈൻഡ് ഓഫ് ഫിൽം മേക്കിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫിൽം മേക്കിംഗ് സ്റ്റൈലിനെ ചീത്തപ്പേര് കൊണ്ടുവരുന്ന രീതിയിൽ തന്നെ ഇതിനകത്ത് പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും നല്ലൊരു കിടിലൻ വർക്ക് തന്നെയാണ് മജു ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയുന്നത് റൈറ്റിംഗ് ആണ്. വളരെ നന്നായിട്ട് തന്നെ ഇതിലെ നാട്ടിനെയും നാട്ടുകാരെയും എഴുതിയിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സിനെ പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വരുന്ന ആരും വേസ്റ്റഡ് അല്ല. ഫ്രെയിമിൽ വരുന്ന ഈച്ച് ആൻഡ് എവറി ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് അവരുടെ ഡയലോഗ് നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബെസ്റ്റ് രീതി തന്നെ ഇതിന് DOP മനേഷ് മാധവൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ബൈ സൂമിങ്, വൈഡ് ആംഗിൾ ഷോട്ട്സ്, ഡച്ച് ആംഗിൾ ഷോട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്. പിന്നെ പെരുമാണി എന്ന നാടിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി എടുത്ത് പറയേണ്ടത് ഗോപി സുന്ദർ, ദ മാൻ ഓഫ് ദ മൂവി. ഇത്രയും കാലം എവിടെയായിരുന്നു? എനിക്ക് തോന്നുന്ന ലാസ്റ്റ് ഗോപി സുന്ദർ തന്നൊരു ബ്യൂട്ടിഫുൾ മ്യൂസിക്കൽ ആൽബം ഉയരെ ഹാപ്പി സാദറൊക്കെ ടൈമിലാണ്. പിന്നെ അതിനുശേഷം ഭയങ്കര നല്ലൊരു ബ്യൂട്ടിഫുൾ മ്യൂസിക്കൽ വർക്കോ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നിട്ടുണ്ടെങ്കിൽ പോലും നല്ലൊരു മ്യൂസിക്കൽ ആൽബം തന്നിട്ടില്ല. ഏതായാലും ഇതിനകത്ത് മ്യൂസിക്കൽ വർക്കിനെ നമുക്ക് മാജിക്കൽ എന്ന് തന്നെ പറയാം. അത്രയും ഹ്യൂജ് ഇമ്പാക്റ്റാണ് ഇതിലെ സ്കോഴ്സും സോങ്സും നമുക്ക് തരുന്നത്. ചാർലി എന്ന സിനിമയ്ക്ക് തന്നൊരു ഇമ്പാക്റ്റ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ഏതായാലും ഗോപി സുന്ദർ എന്ന മ്യൂസിക് ഡയറക്ടർ ബാക്ക് വീണ്ടും നമ്മൾ ഞെട്ടിക്കുന്നു വിശ്വസിക്കുന്നു. ഗോപി സുന്ദർ എന്ന മ്യൂസിക് ഡയറക്ടർ ഒരു കാലത്ത് സൃഷ്ടിച്ച ഓളം അത് വേറെ തന്നെയായിരുന്നു, എസ്പെഷ്യലി പുലിമുരുകൻ എന്ന ടൈമിൽ. ഇനി ഇതിലെ പെർഫോമൻസസ് വിനയ് ഫോർട്ട് ആസ് യൂഷ്വൽ ഒരു പൊളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രോമിസിങ് ആക്ടർ എന്ന് തന്നെ പറയാം. ബിക്കോസ് ഈ വർഷത്തെ തേർഡ് ഗുഡ് മൂവി ആൻഡ് തേർഡ് മെമ്മറബിൾ റോളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ആഫ്റ്റർ ആട്ടം ആൻഡ് ഫാമിലി. ആൻഡ് ഇതിനകത്തും വില്ലൻ വേഷം ആണെങ്കിൽ പോലും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ആ മാനറിസവും ലുക്കൊക്കെ വെച്ചിട്ട് ലുക്ക് മാൻ ഹാർട്ട് വാമിംഗ് ആയിരുന്നു. ദീപ തോമസ്, സണ്ണിവനൊക്കെ നന്നായിരുന്നു. പിന്നെ ഇതിലെ നാട്ടുകാരുടെ അഭിനയിച്ച എല്ലാവരും കലക്കി. എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ് ഇതിലെ ഹോൾ കാസ്റ്റിന്. ലുക്മാൻ്റെ അമ്മമാരെ അഭിനയിച്ച രണ്ടുപേരും വളരെ നന്നായിരുന്നു. അവരുടെ കെമിസ്ട്രി വളരെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ലുക്മാൻ ദീപ തോമസിന്റെയും നല്ല ക്യൂട്ട് പെയറിംഗ് ആയിരുന്നു. ഇനി നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫിൽം മേക്കിംഗ് ആയിട്ട് കണക്ട് ആവുക 10 to 15 minutes എടുക്കും. അതുവരെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പിന്നെ സെക്കൻഡ് ഹാഫ് ആ ഒരു എൻഡൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഭയങ്കര വലിച്ചു നീട്ടി പോലെ ഫീൽ ചെയ്യും. പക്ഷെ അന്നേരം നമുക്ക് അത്രയും വലിയ എഫക്റ്റ് കിട്ടില്ല. ബിക്കോസ് നമ്മൾ ആ ഫ്ലോയിലങ്ങ് കണ്ടുപോകും. ഡിഫറൻറ്റ് സിനിമയാണ്. മോസ്റ്റ്ലി സിനിമ എല്ലാവരും എൻജോയ് ചെയ്യുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആമേൻ, കുഞ്ഞിരാമായണം എന്നീ സിനിമയിൽ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ സിനിമ എൻജോയ് ചെയ്യുന്ന ഉറപ്പാണ്. എന്തായാലും തിയേറ്ററിൽ പോയി കാണുക, വിജയിപ്പിക്കുക.